ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രെയിൻ സ്പോട്ടിങ്ങിന് വേണ്ടി ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലാണ്. ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലെ വ്യൂ ഒക്കെ വരുന്നത്. ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ബൈക്ക്, കാറ്, 4 വീലർ, 2 വീലറൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയ ആണിത്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്ന റോഡ് ഭാഗം ഇവിടെയാണ്. ഇത് മെയിൻ റോഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടുന്ന് ഈ പാത്ത് വഴി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് പോകാം. അങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. റെയിൽവേ സ്റ്റേഷൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ കയറി വരുമ്പം ഈ പ്ലാറ്റ്ഫോമിലാണ്. ഇതാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പുറം കാണുന്നത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എറണാകുളം തൃശ്ശൂർ ഭാഗം റൂട്ടാണ്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് തൃശ്ശൂർ എറണാകുളം റൂട്ട് ട്രെയിനുകൾ പോകുന്നത്. ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഈ ആദ്യം കാണുന്ന ഈ റൂട്ടെന്ന് പറയുന്നത് ലൂപ്പ് ലൈനാണ് കേട്ടോ. ഇത് ലൂപ്പ് ലൈനാണ്. മെയിൻ ലൈൻ എന്ന് പറഞ്ഞാൽ നടുക്ക് മിഡിൽ വരുന്നതാണ് മെയിൻ ലൈൻ വരുന്നത്. എന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ട്രെയിനുകളെല്ലാം സ്റ്റോപ്പുള്ള ഇരിഞ്ഞാലക്കുട സ്റ്റോപ്പുള്ളതെല്ലാം ഈ ലൂപ്പ് ലൈന് കയറിയിട്ടേ പോകത്തുള്ളൂ. മറ്റേത് മെയിൻ ലൈനിൽ കൂടെ സ്റ്റോപ്പില്ലാതെ സ്കിപ്പ് ചെയ്ത് പോകും. പിന്നെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ലൂപ്പ് ലൈൻ ഒന്നുമില്ല, മെയിൻ ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പം പാസഞ്ചർ വണ്ടിയൊക്കെ ആയാലും സ്റ്റോപ്പുള്ള വണ്ടിയൊക്കെ ആയാലും മെയിൻ ലൈനിൽ തന്നെയാണ് സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ട്രാക്കൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. 3 ട്രാക്കാണുള്ളത് കേട്ടോ. അപ്പം ഇപ്പം പോയത് എറണാകുളത്ത് നിന്ന് ഹസാദ് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗല ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ്. ഇത് ഡെയിലി സർവീസ് എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് ഡെയിലി ഈ വണ്ടിക്ക് സർവീസ് ഉള്ളതാണ്. ഇത് 10:30 ആകുമ്പോൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ മൺസൂൺ ടൈം ടേബിളാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് 10:30ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ FOB ഉണ്ട് കേട്ടോ. ഫൂട്ട് ഓവർ ബ്രിഡ്ജ് എന്ന് പറയും. ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നമ്മുടെ മേൽപ്പാലം നടക്കുന്ന ആൾക്കാർക്ക് കേട്ടോ. നമുക്ക് എന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ഇവിടെ ഉണ്ട്. ചില സ്റ്റേഷനുകളുണ്ട്, ചില പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ തന്നെ FOB ഒന്നും കാണാറില്ല. പക്ഷേ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ FOB ഉണ്ട്. അതൊരു ഇതായിട്ട് കാണുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഷെഡുകൾ, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് ഷെഡ് താഴെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഷെഡ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ട്. പക്ഷേ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കയറി വരുന്നതിൻ്റെ അവിടെ മാത്രമേ കാണുന്നുള്ളൂ. കയറി വരുന്നതിൻ്റെ അവിടെയും പിന്നെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ സൈഡിലൊന്നും അങ്ങനെ മേളിലുള്ള ഒരു ഷീറ്റ് ഇതൊന്നുമില്ല. അപ്പോൾ മഴ ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ ബുദ്ധിമുട്ടായി. കാരണം നമുക്ക് ബാക്കിലാണല്ലോ ഈ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഒക്കെ വരുന്നത്. അതേ ഉള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പോൾ മഴ പെയ്യുമോ ഇല്ലയോ അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു ക്ലൈമറ്റാണ് കേട്ടോ. അതുകൊണ്ട് നല്ലൊരു വ്യൂ തന്നെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ മഴ പെയ്തൊന്നുമില്ല. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് സ്പോട്ട് ചെയ്യേണ്ട ട്രെയിൻ എന്ന് പറയുന്നത് പരശുറാം എക്സ്പ്രസ് ആയിരിക്കും. നാഗർകോവിലിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് ആയിരിക്കും. അത് ഇരിഞ്ഞാലക്കുട സ്റ്റോപ്പ് ഉള്ളതാണ് കേട്ടോ. അത് നമ്മുടെ ലൂപ്പ് ലൈൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ലൂപ്പ് ലൈനിലേക്കായിരിക്കും വണ്ടി വരുന്നത്. അപ്പോൾ നല്ല സ്ലോയിലായിരിക്കും വണ്ടി ഇവിടെ വന്ന് കയറുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ ട്രെയിനിൻ്റെതായിരിക്കും അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇപ്പം സ്ലോയിൽ ഇരിഞ്ഞാലക്കുടയിലേക്ക് കയറി വന്നത് എന്തോന്ന് അറിയാതെ നമ്മുടെ ശബരി എക്സ്പ്രസ് ആണ്. അപ്പം സ്ലോയിൽ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാരശുറാം എക്സ്പ്രസ് ഇരിഞ്ഞാലക്കുട കിടക്കുമ്പോൾ തന്നെ ശബരി എക്സ്പ്രസ് ഔട്ടറി വന്നായിരുന്നു. അപ്പം ഔട്ടറി വന്നു, എന്നിട്ട് ഇരിഞ്ഞാലക്കുടയിൽ പരശുറാം പിടിച്ചിടാതെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് പരശുറാം എടുത്ത് മെയിൻ ലൈനിലേക്ക് കയറിയപ്പോൾ തന്നെ ശബരി ഇരിഞ്ഞാലക്കുടയിലേക്ക് കയറി വന്നു. നല്ലൊരു വ്യൂ ആയിരുന്നത്. പക്ഷേ എന്താണ് ഇരിഞ്ഞാലക്കുട വെച്ച് ശബരി എക്സ്പ്രസ് പിടിച്ചിടുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്ന് സെക്കന്ദരാബാദ് വരെ പോകുന്ന ശബരി എക്സ്പ്രസ് ആണ് വന്നത്. അപ്പോൾ അതിനെ ഇവിടെ ഇരിഞ്ഞാലക്കുട പിടിച്ചിട്ടതാണ് അത് സ്ലോയിൽ ഇരിഞ്ഞാലക്കുടയിലൂടെ കയറി വന്നത്. അപ്പോൾ പരശുറാം അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് വിട്ടതേ ഉള്ളൂ. നമുക്ക് ഏകദേശം പരശുറാമിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുമെന്ന് ചെറിയ രീതിയിൽ. ബാക്കി ശബരി എക്സ്പ്രസ് അപ്പോഴത്തേക്ക് കയറി വരികയാണ് ചെയ്തത്. ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് പരശുറാം എത്തി. അവിടുന്ന് വിട്ട് കഴിയുമ്പോൾ അടുത്ത നെല്ലായിയാണ്, അവിടെ സ്റ്റോപ്പില്ല പരശുറാമിന്. അത് വിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ശബരി ഇവിടുന്ന് ഇനി എടുക്കത്തുള്ളൂ. ഇപ്പം പോയത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് LTT മുംബൈയിലെ ലോകമാന്യ തിലക് വരെ പോകുന്ന ഗരീബ് രാജ് എക്സ്പ്രസ് ആണ്. അപ്പം അതിനിപ്പോൾ പുതിയ LHB കിട്ടിയായിരുന്നു. ഒരാഴ്ച ആയിട്ടുള്ളൂ, ഇപ്പോൾ 1 വീക്ക് ആയിട്ടുള്ള LHB ഇട്ടിട്ട്. അത് കൊള്ളാമല്ലേ, പുതിയ LHBയുടെ ബാക്കിൽ അവസാനത്തെ 3 കോച്ച് മാത്രം ബ്ലൂ LHB ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം അതാണിപ്പം പോയത്, സ്കിപ്പ് ചെയ്ത് പോയത്. അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പരശുറാം എക്സ്പ്രസ് ആണ്. മംഗലപുരത്ത് നിന്ന് നാഗർകോവിൽ പോകുന്ന പരശുറാം എക്സ്പ്രസ് ആണ് നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിപ്പം എത്താറായിട്ടുണ്ട്, ഉടനെ തന്നെ വരുന്നതായിരിക്കും.
ഇപ്പം പരശുറാം എക്സ്പ്രസിൻ്റെ ലോക്ക് കണ്ടായിരുന്നു. പരശുറാം എക്സ്പ്രസിൻ്റെ ലോക്ക് എന്ന് പറഞ്ഞാൽ ഈറോഡ് ഷെഡിൻ്റെ WAP4 ലോക്കായിരുന്നു പരശുറാമിനെ വലിച്ചുകൊണ്ട് പോയത്. ഇനി അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് ധാൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ് കേട്ടോ. അത് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ പരശുറാം ഇപ്പോൾ അടുത്ത സ്റ്റേഷൻ എത്തി കാണത്തില്ല. അപ്പോൾ തന്നെ നമ്മുടെ ധാൻബാദ് എത്താറായിട്ടുണ്ട്. ചിലപ്പോൾ നല്ല സ്പീഡിൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോകുമായിരിക്കും, ചിലപ്പോൾ ഇനി സ്ലോ ആക്കുമെന്ന് അറിയില്ല. പിന്നെ സ്ലോ ആക്കാൻ സാധ്യത കുറവാണ്. ഇവിടെ ആണെങ്കിൽ റെഡ് സിഗ്നൽ ഇല്ല, ഇവിടെ ഗോൾഡ് സിഗ്നൽ മാത്രമേ ഉള്ളൂ, യെല്ലോ സിഗ്നൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലോ ആക്കി പോകാനേ സാധ്യതയുള്ളൂ, നിർത്തിയിടാൻ സാധ്യത കുറവാണ്. പിന്നെ ധാൻബാദ് എക്സ്പ്രസ് എന്ന് പറയുമ്പം അറിയാമല്ലോ, എൻ്റെ അനുഭവത്തിൽ ഒരു മോശമായിട്ടുള്ളൊരു ട്രെയിനായിട്ടാണ് തോന്നിയത്. ഞാൻ ജനറൽ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. സ്ലീപ്പറും AC ഒന്നും എനിക്കറിയില്ല. ജനറലിൽ ഞാൻ ഒരു വട്ടം ട്രാവൽ ചെയ്തുള്ളൂ. ആ ട്രാവൽ ചെയ്ത സമയത്ത് ജനറൽ എന്ന് പറയുമ്പോൾ നല്ല തിരക്കുണ്ട്, പക്ഷേ സീറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, ആരും ഇരിക്കുന്നില്ല. കാര്യം എന്താ, അത്ര വൃത്തികേടായിട്ട് കിടക്കുകയാണ് സീറ്റുകളൊന്നും, നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ട്രെയിനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇത് അത്രയും ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വരുന്ന ട്രെയിൻ ആയതുകൊണ്ട്, മൊത്തം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന ട്രെയിനല്ലേ, അത്രയും വൃത്തിയായിട്ടാണ്. നമുക്ക് സീറ്റിൽ പോലും ഇരിക്കാൻ പറ്റില്ല. അത് വെള്ളമാണോ വേറെ എന്തെങ്കിലും ആണോ എന്തൊക്കെയാണെന്ന് മനസ്സിലാകത്തില്ല. നമുക്ക് തറയിൽ ചവിട്ടി നിൽക്കാൻ പോലും താഴെ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയായിരുന്നു ധാൻബാദ് എക്സ്പ്രസ്സിൽ എനിക്ക് ഒരു വട്ടം ഉണ്ടായത്. ഞാൻ ഒരു വട്ടം യാത്ര ചെയ്തിട്ടുള്ളൂ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ആ എക്സ്പ്രസ്സാണ് ഇനി അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ധാൻബാദ് സ്കിപ്പ് ചെയ്ത് പോയി. ധാൻബാദ് എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്ലോയിലായിരുന്നു എൻ്റർ ചെയ്തത്. കാരണം ഇവിടെ ഗോൾഡ് സിഗ്നൽ, യെല്ലോ സിഗ്നൽ തന്നെ ആയിരുന്നു. പക്ഷേ അത് കുറച്ച് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഗ്രീൻ സിഗ്നൽ കൊടുത്തു. അപ്പോൾ തന്നെ വണ്ടി ആക്സിലേറ്റർ ചെയ്ത് സ്പീഡ് ഞങ്ങൾ പോവുകയും ചെയ്തു, സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്തത്. അതിൻ്റെ ലോക്ക് ശ്രദ്ധിച്ചായിരുന്നു, വൈറ്റ് കളറുള്ള WAP7 ആയിരുന്നു. അത് ഈറോഡ് ഷെഡിൻ്റെ WAP7 ആയിരുന്നു ധാൻബാദിനെ വലിച്ചുകൊണ്ട് പോയത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രെയിൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നതോറും എന്ത് സ്മെല്ലായിരുന്നു അറിയാം, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ആ കണക്കുള്ള ഭയങ്കര സ്മെല്ലായിരുന്നു. അതുപോലെ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഏകദേശം 1 മിനിറ്റോളം ആ സ്മെല്ല് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അത്ര സ്പീഡിനല്ലേ പോകുന്നത്. അപ്പോൾ ഈ സ്മെല്ലെല്ലാം ഈ എയറിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങനെ പോയില്ല. ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. അത് മെയിൻലി വിഷു വരുന്ന നമുക്ക് പുറമേ തന്നെ ആ വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ബാത്റൂമിലൊക്കെ വേസ്റ്റുകൾ വെളിയിൽ ഔട്ട് സൈഡായിട്ട് അത് കിടക്കുകയാണ്. അത് നമ്മളകത്ത് അതിനുള്ള സ്പേസ് അതെന്തോ ഒരു പൊട്ടി ഡാമേജ് ആയതായിരിക്കും. അത് നേരത്തെ ഞാൻ ഒരുപാട് ന്യൂസ് അതിൻ്റെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഇങ്ങനെ നേരിട്ട് ഇപ്പം കാണുകയും ചെയ്തായിരുന്നു. അത് വീഡിയോയിൽ ചിലപ്പം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അത് കണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ആയിരിക്കും ഈ സ്മെല്ല് വരുന്നത്. ഇത് കണ്ട്, ഇത് വെയിറ്റിംഗ് റൂമാണ് കേട്ടോ. ആ പഴയ മോഡൽ ഡോറൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെയിറ്റിംഗ് റൂം ഇങ്ങനെയാണ്. വെയിറ്റിംഗ് റൂമിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ വരുന്നത്. വിശ്രമശാല, വിശ്രമ കേന്ദ്രം, അങ്ങനെ എന്തോ പറയും മലയാളത്തിൽ. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ടല്ലോ, ഒരു മിററുണ്ട്. പിന്നെ വേസ്റ്റ് ബിന്നുണ്ട്, നമുക്കൊരു വാഷ്റൂമും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ഇവിടെ ഫോണൊക്കെ ചാർജ് കുത്താനുള്ള ഒരു 4 ടൈപ്പ് പ്ലഗ് ഉണ്ട്. വർക്കാണോയെന്ന് അറിയില്ല. പിന്നെ നമുക്ക് വാഷ്റൂമുണ്ട്. വാഷ്റൂം നോക്കാം. വാഷ്റൂമിൽ ഒരു മിററുണ്ട്. അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 4 ബാത്റൂമൊക്കെ ഉണ്ട്. ഇതും പഴയ മോഡൽ ബാത്റൂമൊക്കെ തന്നെയാണ്, പഴയ മോഡൽ. 2 ബാത്റൂമും 2 ടോയ്ലറ്റുമാണ് വരുന്നത്. ഇത് പ്ലാറ്റ്ഫോം 1 തന്നെയാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കയറി 1 പ്ലാറ്റ്ഫോമിൽ കയറി വരുമ്പോൾ തന്നെയാണ് ഇത് കാണുന്നത്.
അപ്പോൾ ഇപ്പം പോയത് ശബരി എക്സ്പ്രസ് ആണ് കേട്ടോ. സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ശബരി എക്സ്പ്രസ് ആയിരുന്നു. ഇന്ന് ലേറ്റാണ് വണ്ടി കേട്ടോ, 2 മണിക്കൂർ ലേറ്റാണ്. സാധാരണ 5-10 മിനിറ്റൊക്കെ ലേറ്റാണ് വണ്ടി, ഇന്ന് 2 മണിക്കൂറോളം ലേറ്റായിട്ട് ഓടുന്നത്. എന്താ കാര്യം നടത്തില്ല, രാവിലെ തൊട്ടേ ലേറ്റ് തന്നെയാണ് കേട്ടോ. ഒരു ഏകദേശം ഞാൻ ഈറോഡ് എത്താറായപ്പോൾ ഞാൻ നോക്കിയത്, അപ്പോൾ തൊട്ടേ ഏകദേശം 1.5-1.25 മണിക്കൂർ ലേറ്റായിരുന്നു. പിന്നെ വരുന്തോറും വണ്ടിയുടെ ലേറ്റ് കൂടി വരികയാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 2 മണിക്കൂർ ലേറ്റായിരുന്നു വണ്ടി. ഇനി അത് ഓടി കയറുമെന്ന് അറിയില്ല. പിന്നെ ശബരിമലയുടെ ലോക്ക് ശ്രദ്ധിച്ചായിരുന്നു, അത് വിജയവാദയുടെ ലോക്കാണ്. അതാണ് BSD എന്ന് എഴുതിയേക്കുന്നത്. വിജയവാദയുടെ കോഡാണ് കേട്ടോ BSD എന്ന് പറയുന്നത്. BSD വിജയവാദയുടെ കോഡാണ്. അവിടുത്തെ ലോക്കോ ഷെഡിൽ ലോക്കാണ്. WP4 ആയിരുന്നു പോയത്. അതൊരു വെറൈറ്റി, വേറൊരു കളറായിരുന്നു അല്ലേ, ഒരു ബ്ലൂ, യെല്ലോ, റെഡ് അങ്ങനത്തെ എന്തോ ഒരു കളറാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് പഴയ ലോക്കാണെന്ന് തോന്നുന്നു. മൊത്തം പൊടി കയറി ഒരു പുതുമയില്ലാത്ത കണക്കൊരു ലോക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മറ്റേ ഫുട് ബ്രിഡ്ജിലാണ് കേട്ടോ. നമ്മുടെ നടപ്പാത ഉണ്ടല്ലോ, മുകളിലുള്ള നടപ്പാത, അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഇനിയിപ്പോൾ അടുത്തത് നേത്രാവതി വരുന്നുണ്ട്. ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന നേത്രാവതി വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇരുന്ന് ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അതിനുവേണ്ടി ഇവിടെ നിന്ന് നിൽക്കുക. ഇപ്പം വണ്ടി വരാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നേത്രാവതിക്ക് കൊടുത്തേക്കുന്ന റോയാപുരം ഷെഡിൻ്റെ WP7 ആയിരുന്നു നേത്രാവതിക്ക് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ നേത്രാവതിയും പോയി. ഇനിയിപ്പം അടുത്തൊരു 2 ട്രെയിൻ ഇപ്പം വരാനുണ്ട്. രണ്ടും ഒരുമിച്ച് വരാൻ സാധ്യതയില്ല കേട്ടോ. ഒന്ന് കൊച്ചുവേളിയിൽ നിന്ന് പോർബന്ദർ പോകുന്ന എക്സ്പ്രസ് ആണ്, വീക്കിലി എക്സ്പ്രസ് ആണ്, ആഴ്ച ഒരു ദിവസമേ ഉള്ളൂ. ഇന്ന് ഞായറാഴ്ച ഉണ്ട്, ഞായറാഴ്ച മാത്രം ഓടുന്നതാണ് ഈ പോർബന്ദർ എക്സ്പ്രസ്. കൊച്ചുവേളിയിൽ നിന്ന് പോർബന്ദർ അത് വരാറായിട്ടുണ്ട്, അതിന് സിഗ്നൽ വീണിട്ടുണ്ട്. അപ്പുറത്തൂടെ നമ്മുടെ പട്നയിൽ നിന്ന് എറണാകുളം പോകുന്ന എക്സ്പ്രസ് വരുന്നുണ്ട്. അത് എത്താറായിട്ടില്ല, അതിന് 2 സ്റ്റേഷന് ബാക്കിലാണ്. അപ്പോൾ ആദ്യം എന്തായാലും പോർബന്ദർ, കൊച്ചുവേളിയിൽ നിന്ന് പോർബന്ദർ പോകുന്ന എക്സ്പ്രസ് ആയിരിക്കും. അതിന് ശേഷം പട്നയിൽ നിന്ന് എറണാകുളം പോകുന്ന എക്സ്പ്രസ്സും ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്.
അപ്പം കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ്സിന് കൊടുത്തിരുന്നത് WP7 വിജയവാദ ലോക്കായിരുന്നു കേട്ടോ. വിജയവാദയുടെ ലോക്കായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ പട്ന എറണാകുളം എക്സ്പ്രസ്സിന് കൊടുത്ത ഈറോഡിൻ്റെ WP7 ആയിരുന്നു കൊടുത്തിരുന്നത്. ഇനി നമുക്ക് അടുത്ത ട്രെയിൻ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് നേത്രാവതി എക്സ്പ്രസ് വരാനുണ്ട്. അത് എത്തിയിട്ടില്ല, എത്താറാവുന്നുണ്ട്. അത് മറ്റേ തിരുവനന്തപുരത്ത് നിന്ന് ലോക്മാന്യ തിലക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ സ്പോട്ടിംഗ് ഇവിടെ തീരെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.